ഇപ്പോഴും ഗവർണർ ഇവിടെ ഇരുന്നു കൊണ്ട് തന്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. അതായത് നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം പോലീസ് കണ്ടാൽ അറിയുന്ന 12 പേർക്കെതിരെയും കണ്ടാൽ അറിയാത്ത 5 പേർക്കെതിരെയും ഉൾപ്പെടെ 17 പേർക്കെതിരെ കേസ് എടുത്തു എന്നുള്ള വിവരമാണ് ഗവർണറെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് തനിക്കെതിരെ പ്രതിഷേധിച്ച എല്ലാവർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമായിരിക്കും തന്റെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ പോകുക. അതായത് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഗവർണർ തനിക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങൾ, തനിക്ക് തന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും അതായത് ഒരു റോഡിന്റെ MC റോഡിന്റെ വശത്തിറങ്ങി ഇരുന്നു കൊണ്ട് തന്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഇതാണ്. തനിക്കെതിരെ പ്രതിഷേധിച്ച എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. പോലീസ് SP ഉൾപ്പെടെയുള്ളവർ, കൊട്ടാരക്കര DYSP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. അവർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഗവർണറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് സമ്മതിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ FIR പകർപ്പ് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നടത്താൻ ശ്രമിക്കുന്നു. ഗവർണർ ഇതിനിടയ്ക്ക് പോലീസുകാരോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നേരത്തെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വീഴ്ചയാണ്. അല്ല മനസ്സിലാക്കിയെങ്കിൽ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ ബസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം ചോദിച്ചിരിക്കുന്നു. മറ്റു പല സ്ഥലങ്ങളിലും പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന നടപടി അത്തരത്തിലാണ്. ഇവിടെ രാജകീയമായി ജീപ്പുകളിലാണ് അതായത് തനിക്കെതിരെ പ്രതിഷേധിച്ചവരെ ഇവിടെ കൊണ്ടുപോയിരിക്കുന്നത്. രാജകീയമായി ജീപ്പുകളിൽ അവരെ കൊണ്ടുപോയിരിക്കുന്നു. അതാണ് തനിക്കെതിരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മാത്രവുമല്ല ഗവർണർക്ക് നേരെയോ ഗവർണറുടെ വാഹനങ്ങൾക്ക് നേരെയോ ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ നേരെ ആക്രമണം ഉണ്ടായാൽ മാത്രം നടപടി സ്വീകരിക്കുക എന്നുള്ള നിലപാടിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഏത് രീതിയിലായിരുന്നു SFI പ്രവർത്തകരുടെ പ്രതിഷേധം? റോഡിന് സൈഡിൽ നിന്നുകൊണ്ട് വെറും ഒരു കരിങ്കൊടി പ്രതിഷേധമായിരുന്നു, അതോ വാഹനത്തിന് മുന്നിലേക്ക് അടക്കം വന്നുകൊണ്ടുള്ളൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു? നമ്മൾ ആ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ വശത്ത് നിന്നുകൊണ്ട് അവർ ഒരുമിച്ച് കൂടി വാഹനം എത്തിയപ്പോൾ അത് അടുത്തേക്ക് വരുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുമാത്രമല്ല അതിൽ ആ ബാനറുകളിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ ഇതാണ്: മിസ്റ്റർ ചാൻസലർ, ഇത് നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസ് ഒരുപാടുള്ള സ്ഥലമാണ്, സൂക്ഷിക്കുക. അതായത് തനിക്ക് താൻ കണ്ണൂരിൽ വെച്ച് നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പേരിൽ പല തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള അതായത് പ്രതിഷേധത്തിന്റെ ഭാഗമായി അത്തരത്തിലൊരു ബാനർ, വലിയ നീളത്തിലുള്ള ഒരു ബാനർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വാഹനത്തോട് അടുക്കുന്ന സമയത്താണ് കാര്യം പോലീസ് ഇവർക്ക് യഥേഷ്ടം പ്രതിഷേധിക്കാൻ അവസരം കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഗവർണർ ഉന്നയിക്കുന്നത്. മറ്റൊരു ബാനറിൽ എഴുതിയിരുന്ന ഇത്തരത്തിലുള്ള കാര്യമായിരുന്നു: മിസ്റ്റർ ചാൻസലർ, കുമ്പിട്ട് നേടിയവർക്ക് മുന്നിൽ താങ്കൾ ഇനിയും പ്രതിഷേധം തുടരും. അതായത് ഗവർണറെ വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ബാനറുകളാണ് ഉണ്ടായിരുന്നത്. ഗവർണർ മാത്രമല്ല ഒപ്പമുണ്ടായിരുന്നത് തൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഹരിയസ് കർത്ത, മാത്രമല്ല നിരവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, സുരക്ഷാ സേനയിലെ ആളുകൾ, മാത്രമല്ല മറ്റുള്ളവർ എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം തന്നെയാണ് എല്ലാവർക്കുമെതിരെ കേസെടുക്കുക എന്നുള്ളൊരു കേസെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. പോലീസ് നിലവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. CCTV പരിശോധിച്ച ശേഷം കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാം എന്നുള്ള കാര്യമാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പോലീസ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെയൊക്കെ മാറ്റി നിർത്തുമ്പോഴും വെയിലടിക്കാതെ ഒതുങ്ങി നിൽക്കുക എന്നുള്ള രീതിയിൽ ഉൾപ്പെടെ അദ്ദേഹം നടപടി സ്വീകരിക്കുന്നത്. കാര്യം വെള്ളം കുടിക്കുക, അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉൾപ്പെടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ എത്തിക്കുന്ന ഒരു കാര്യമൊക്കെയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അതായത് നമുക്ക് കാണാം ഇവിടെ കൊല്ലം റൂറൽ SP സാബു മാത്യു ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് നിൽപ്പുണ്ട്. എന്താണ് അടുത്തൊരു നടപടി എന്നുള്ളത് നമുക്ക് കൃത്യം മനസ്സിലാകുന്നില്ല. ഇതിനിടയ്ക്ക് നടന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഗവർണർ തന്റെ പ്രതിഷേധം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ സെക്രട്ടറിയെ വിളിച്ച് അറിയിച്ചു എന്നുള്ള വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് ഗവർണർ ഇക്കാര്യത്തിൽ തനിക്ക് നേരെ ഉണ്ടായ ഒരു സുരക്ഷാ വീഴ്ചയുടെ കാര്യത്തിൽ കേന്ദ്രത്തെ പോലും ഇപ്പോൾ അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ സെക്രട്ടറിയെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട്. കാരണം ഇത്തരത്തിൽ തനിക്ക് നേരെ ഇതുവരെയും കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഒരിടത്ത് പോലും അവരെ അതിനു മുൻപ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇത്തരത്തിൽ വളരെ ഫ്രീ ആയി അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഏകദേശം 10:45 ആണ് അദ്ദേഹം പ്രതിഷേധം ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. റോഡിൽ ഇരുന്നു കൊണ്ടുള്ള ഗവർണറുടെ പ്രതിഷേധം
I will not. It has to be settled because they were being given protection, and surely not without. I have seen with my own eyes. What no? I have seen with my own eyes. I have seen. I don't want to argue with you. I have seen what I have seen. What I have seen with my own eyes. Their police is standing with them. Even last time I asked you a question. If Chief Minister is passing on this road, will you allow 50 people to collect there and hit the car? No, this has to be settled today. I am not going to move from here. I am not going to move from here. You are making the Guptas rule the roads of Kerala. I am not going to tolerate it. Yes, I don't want to argue, please. Something which I have seen with my own eyes, I don't want to argue with you. Thank you very much. I have not called him. He has called. So? Officer, please. കൊല്ലം നിലമേലിൽ ഗവർണറുടെ പ്രതിഷേധം തുടരുകയാണ്.